ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ടിപ്സ് എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റഡി ടിപ്സ് എന്ന് വെറുതെ പറഞ്ഞല്ല, പ്രൂഫുണ്ട്. സ്റ്റഡി ടിപ്സ് ഫോർ 8th എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ 8th ആയതുകൊണ്ട് 8th എന്ന് എഴുതിയേ ഉള്ളൂ. എല്ലാവർക്കും ഫോളോ ചെയ്യാം. കുറേ ടിപ്സ് എഴുതിയിട്ടുണ്ട്. അറിയില്ല, ഇത് പിന്നെ അപ്പുറത്ത് 2 പീസും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയ ടിപ്സ് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഇതിൽ എൻ്റെ സ്പെഷ്യൽ ടിപ്സൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കുമ്പം നമുക്ക് ഫസ്റ്റ് ഒരു 2 വീക്ക് നമുക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും പഠിക്കാൻ. പിന്നെ ആ ഇൻട്രസ്റ്റ് ചിലവർക്ക് ഉണ്ടാവില്ല. ആ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു സ്പെഷ്യൽ ടിപ്പ് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ടിപ്സിലോട്ട് കിടന്നാലോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഏതൊരു റിലേറ്റീവ്സ് ആരുടെ ചോദിച്ചാൽ അവരെന്താ പറയുക, ഒരു സ്റ്റഡി ടിപ്പ് പറഞ്ഞുതരാൻ പറഞ്ഞാൽ അവർ പറയും അന്നു പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് കിട്ടുമെന്ന്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഒരു 5 മണിയായിട്ടുണ്ടാവും. ഞാൻ നടന്നു വരുന്നതുകൊണ്ട് 4 മണിക്ക് എത്തും വീട്. അപ്പം 5 മണി ആയിട്ടുണ്ടാവും. ഈ 5 മണിയിൽ നിന്ന് 1 മണിക്കൂർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് TV കണ്ട് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്താൽ ബാക്കി ഒരു 3 മണിക്കൂർ 9 മണി വരെ അടുപ്പിച്ച് പഠിച്ചു എന്ന് വെച്ചാൽ നമുക്ക് വേറൊന്നും നടക്കില്ല. അതായത് പഠിത്തത്തിൻ്റെ കൂടെ നമുക്ക് ഹോംവർക്ക് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പഠിത്തം മാത്രം ഈ 3 മണിക്കൂറിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അന്നത്തെ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു 3 മണിക്കൂർ എടുക്കുക. ആ 3 മണിക്കൂറിൽ കുറച്ച് പ്രോജക്റ്റ്, ഹോംവർക്ക്, പഠിത്തം അതൊക്കെ ചെയ്യുക. പിന്നെ പിറ്റേ ദിവസം ഒരു 6 മണിക്ക് 6:30 എണീച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ ടൈം എങ്ങനെയാണെന്നനുസരിച്ചിട്ട് ഒരു 2 മണിക്കൂർ പഠിക്കാൻ പറ്റുന്ന പോലെ എണീച്ചിട്ട് പഠിക്കാം. അപ്പം ഞാനാണെങ്കിൽ ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. നല്ല പഠിക്കില്ല, എന്നാൽ ഉഴപ്പലുമല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഇതാണ്. നേരത്തെ എണീച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫുള്ള് തീർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം പറ്റുന്നത്ര തീർത്താൽ മതി. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ബുക്കുണ്ട് നോക്കിയിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ആ 5 ദിവസത്തെ ക്ലാസ്സിൽ എടുത്തത് മൊത്തം ആ ലാസ്റ്റത്തെ 2 ദിവസം എല്ലാ ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്കൊക്കെ അടുത്ത് വയ്ക്കുക. എന്നിട്ട് അതെടുത്തിട്ട് എല്ലാ ഒരു സോഴ്സിലെടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ലാസ്റ്റ് എന്നാണെങ്കിൽ ഫസ്റ്റ് എന്നാണെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നോട്ട്സ് പഠിക്കുക. ഓരോ ചാപ്റ്റർ അതിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റ് ബുക്കും വായിച്ചു പോവുക. ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് സ്റ്റിക്കി നോട്ട്സ് വേണം. സ്റ്റിക്കി നോട്ട്സ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക എനിക്കറിയില്ല. സ്റ്റിക്കി നോട്ട് അത്ര രൂപയൊന്നുമില്ലല്ലോ, ഒരു 50 രൂപ അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അത് വാങ്ങിച്ചു എന്ന് വെച്ചാൽ തന്നെ അത്യാവശ്യമുള്ളത് മാത്രം അതിൽ എഴുതാം. പിന്നെ ഫ്ലാഷ് കാർഡ്സ് ഞാൻ അത്ര യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലുതായി പറയാനില്ല. അതായത് ഫ്ലാഷ് കാർഡ്സ് നിങ്ങൾ ഇപ്പം ഇന്ന് രാവിലെ എക്സാമാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂളിലേക്ക് പോയ ശേഷം പോകുമ്പോഴേക്ക് നമുക്കറിയാം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് അറിയുകയാണെങ്കിൽ ആ ഒരു പോയമിൻ്റെ ഓതർ ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് നടന്ന വർഷം ഏതാണ്, അതൊക്കെ അങ്ങനെ ഒരു കുട്ടി പേപ്പറിൽ ഒരു സൈഡ് ക്വസ്റ്റ്യനും ഒരു സൈഡ് ആൻസറും എഴുതും. ഓക്കെ, അടുത്ത ടിപ്പ് എൻ്റെ ഓൺ ടിപ്പാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ടിപ്പ്. ഫസ്റ്റ് പറഞ്ഞ ടിപ്പ് മീൻസ്
ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇടയിൽ നിന്ന് ആ ഒരു കണ്ടിന്യൂഷൻ പോവാണ്ടിരിക്കാൻ ആ ഒരു ടിപ്പ്. ആ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഞാൻ ഇപ്പോൾ എഴുതിക്കാണ്. ഇതെൻ്റെ LKGത്തെ ഡയറിയാണ്. അപ്പോൾ ഈ ഒരു ഡയറിയിലും എനിക്ക് ഇതാണ് കുറച്ചും കൂടി കംഫർട്ടബിളായി തോന്നിയിട്ടും ചെറുത്ത് നോക്കിയെടുത്തപ്പം ഈ ഒരു ഡയറിയിൽ ഇതുപോലെയാണ് പേജസ് ഉള്ളത്. ഇത് ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്, പിന്നെയും കുറേ പേജസ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സ്കൂൾ ഡയറി എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയറി വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ അതെടുക്കാം. എന്നിട്ട് അതിൽ അന്നത്തെ ദിവസം ഇപ്പം നാളെ മൺഡേ ആണെന്ന് വെച്ചാൽ സൺഡേ രാത്രി എല്ലാം പഠിച്ച ശേഷം തന്നെ നിങ്ങൾക്ക് നാളത്തെ ടൈം ടേബിളിലത്തെ ഇത് എഴുതുക, ഇല്ലെങ്കിൽ ക്ലാസ് ആ ടൈമിൽ നിങ്ങൾക്ക് എഴുതാം. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബുക്കിൻ്റെ സൈഡിൽ ഈ 8 സബ്ജക്ട്സ് ഇപ്പോൾ നിങ്ങൾക്ക് കാണില്ല, സോഷ്യൽ, ഇംഗ്ലീഷ്, ബയോളജി, പിന്നെ സോഷ്യൽ, മലയാളം, ലൈബ്രറി, അങ്ങനെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ആ സബ്ജക്ട്സ് എഴുതി അതിലൊരു ഹൈഫൺ ഇടുക. ഹൈഫൺ ഇട്ടിട്ട് അന്നത്തെ ദിവസം എന്താ എടുത്തു എന്ന് എഴുതുക. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും പ്രൊജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം എടുത്തതെന്ന് പറയുമ്പോൾ ലെസൺ 5 ആണ് എടുത്തതെന്ന് വിചാരിക്കുക. ഇംഗ്ലീഷ് എഴുതുക, ഹൈഫൺ ഇടുക,